തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് നേരിടേണ്ടി വന്ന ബുദ്ധിമുട്ടുകൾ വെളിപ്പെടുത്തി രോഗികൾ. ശസ്ത്രക്രിയാ ഉപകരണമില്ലാത്തതിനാൽ പനക്കോട് സ്വദേശി അനഘ 4 മാസമാണ് ദുരിതത്തിലായത്. വൃക്കയിലിട്ട സ്റ്റെന്റുമായാണ് അനഘ മാസങ്ങൾ തള്ളി നീക്കിയത്. ശാസ്താംകോട്ട സ്വദേശിയായ നിഖിലിന് ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് ചെലവായത് ലക്ഷങ്ങളാണ്. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിന് മെഡിക്കൽ കോളേജിലെത്തിയ 63-കാരി ആരിഫയ്ക്കും ഉണ്ടായത് ദുരനുഭവമാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രതിസന്ധി ഡോക്ടർ ഹാരിസ് ചിറക്കൽ വെളിപ്പെടുത്തിയതിന് പിന്നാലെ തങ്ങൾക്കുണ്ടായ ദുരനുഭവം വിവരിക്കുകയാണ് രോഗികൾ. ശാസ്താംകോട്ട സ്വദേശി നിഖിൽ രവിക്ക് മെഡിക്കൽ കോളേജിൽ ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് 1.5 ലക്ഷം രൂപയാണ് ചെലവായത്. ശസ്ത്രക്രിയയ്ക്ക് വേണ്ട 60-ലധികം സാധനങ്ങൾ പുറത്തുനിന്ന് വാങ്ങേണ്ടി വന്നു. അവര് പകുതിയെ തരൂ. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അവരോട് ചോദിച്ചിട്ട് അവർ വ്യക്തമായിട്ടൊന്നും പറഞ്ഞതുമില്ല. 55,000 രൂപയ്ക്കുള്ള എന്തും വാങ്ങിക്കാം, എന്തും ചെയ്യാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നില്ല, പിന്നെ ഇൻഷുറൻസ് ക്ലോസ് ആവുക. ഈ കയ്യിലുള്ള ഈ 70,000 പിന്നെ ഇതും ചേർത്ത് ഒരു 1.5 ലക്ഷം രൂപ ചെലവായിട്ടുണ്ട് മൊത്തം. 2023 ജോലി സ്ഥലത്ത് വെച്ച് കടുത്ത വയറുവേദന ഉണ്ടായതോടെയാണ് IT ജീവനക്കാരിയായ അനഘ ആശുപത്രിയിലെത്തിയത്. മൂത്രനാളിയിൽ കല്ലുണ്ടെന്നും കിഡ്നിയിൽ സ്റ്റെന്റ് ഉണ്ടെന്നും ഡോക്ടർ പറഞ്ഞു. ഒരാഴ്ചയ്ക്കെന്ന് പറഞ്ഞിട്ട് സ്റ്റെന്റുമായി അനഘ വേദന തിന്നത് 4 മാസം. ഇവിടുത്തെ സർജിക്കൽ ക്യാമറ വർക്കിംഗ് അല്ല, വേറൊരു ദിവസം ആണെന്ന്. അങ്ങനെ ഒരു 2 മാസം ഞാൻ ഈ സ്റ്റെന്റ് ഉള്ളിലിട്ടുകൊണ്ട് നടന്നു. ഒരാഴ്ചയ്ക്ക് മുൻപാണ് 68-കാരി ആരിഫ ബീവിക്ക് 2 കാലിലും ഒടിവുണ്ടായത്. ശസ്ത്രക്രിയ നടത്തണമെങ്കിൽ കാർഡിയോ OPയിൽ നിന്ന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വേണം. ജൂൺ 25-ാം തീയതി നൽകാമെന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ് ഇന്നിതുവരെയും ലഭിച്ചിട്ടില്ല. എനിക്കനൊരു മോന് കൈയില്ല, അവനൊരു കണ്ണിന് കാഴ്ചയില്ല, ഒരു നിവൃത്തിയില്ല. ഇനിയിപ്പോൾ എത്ര രൂപ ഒരു വണ്ടി ഓടിച്ച് പോകണമെങ്കിൽ ഇവിടുന്ന് ഒരു വണ്ടി വിട്ടു തരുമോ? അവർ വലിയ വേദന അനുഭവിക്കും. വീട്ടിൽ ചെന്നാലും ഊറുപ്പം കക്കൂസൊന്നും ഇല്ല. ദിനംപ്രതി നിരവധി രോഗികളാണ് ഇത്തരത്തിൽ തങ്ങൾക്കുണ്ടായ പ്രതിസന്ധികൾ വെളിപ്പെടുത്തി മുന്നോട്ട് വരുന്നത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.